നിഷേധിച്ച് വേർതിരിച്ച് കാറ്റഗറൈസ് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പഠിച്ചെങ്കിലേ നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കൂ. അത് ഞാൻ ഉണ്ടാക്കിയതല്ല. നമ്മുടെ സഭയുടെ പിതാക്കന്മാർ, വേദപുസ്തക വിശാരദന്മാർ, ഭാഷാ വിദഗ്ധർ, ആഴമേറിയ വചനജ്ഞാനമുള്ളവർ, അങ്ങനെയുള്ള നമ്മുടെ ദൈവഭൃത്യന്മാർ, മുൻകാല ദൈവഭൃത്യന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഇതെന്റെ സ്വന്തം അല്ല, ഞാൻ ഉണ്ടാക്കിയതുമല്ല. അപ്പൊ ഇത് നമ്മളൊന്ന് പഠിച്ചാൽ എന്താണ് ഉപദേശം എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഉപദേശം എന്ത്? കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഉപദേശത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് വിശ്വാസ പ്രമാണം അഥവാ ക്രീഡ്. രണ്ട് പ്രായോഗിക ഉപദേശങ്ങൾ അഥവാ പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. ഇത് രണ്ടും നിങ്ങൾ വേറെ വേറെ മനസ്സിലാക്കണം, വേർതിരിച്ചു മനസ്സിലാക്കണം. എങ്കിലേ നാം ഈ പറയുന്ന കാര്യങ്ങൾ ഏതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ വിശ്വാസ പ്രമാണം ക്രീഡ്, എങ്ങനെ ക്രീഡ് എന്ന് വന്നു, ആ പദം എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചപ്പോൾ ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നത് ക്രീഡ് അഥവാ വിശ്വാസ പ്രമാണം എന്നുള്ളത് ദൈവസഭയിൽ നിർബന്ധമായിട്ടും വിശ്വാസികളെ പഠിപ്പിക്കേണ്ടതാണ്. സത്യത്തില് ഈ ക്രീഡും നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ തന്നെ അപ്പോസ്റ്റൽസ് ക്രീഡ്, അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞ് സഭയിൽ വിശ്വാസ പ്രമാണത്തിന്റെ ഒരു ആദ്യ നക്കൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പോസ്റ്റൽസ് ക്രീഡ് എന്ന് പറയുമ്പോൾ നേരിട്ട് അപ്പോസ്തലന്മാർ എഴുതിയതല്ല, എന്നാൽ അപ്പോസ്തലന്മാരടക്കം എഴുതിയ പുതിയ നിയമത്തിൽ നിന്നും സ്വരുക്കൂട്ടിയതാണ്. അതാണ് അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് വിളിക്കുന്നത്. നിരവധി ക്രീഡുകളുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ദൈവസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ 10-17 വട്ടം ഇത്തരം വിശ്വാസ പ്രമാണങ്ങളെ റിവൈസ് ചെയ്ത് വീണ്ടും വീണ്ടും വാദിച്ചും തർക്കിച്ചും അതിനെ നിബന്ധന ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, നിക്കിയ വിശ്വാസ പ്രമാണമുണ്ട്, അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം ആദ്യം, പിന്നെ പ്രധാനമായിട്ടും നിക്കിയ വിശ്വാസ പ്രമാണം, പിന്നെ ഇന്ന് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ, അങ്ങനെ വിവിധ നിലകളിലുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്. അതില് നമ്മുടെ സഭകൾ, പ്രത്യേകിച്ചും വേർപെട്ട സഭകൾ എന്ന് ഞാൻ പറയുമ്പോൾ പെന്തിക്കോസ്തും ബ്രദറനും അടങ്ങിയ ഉപദേശ സംഹിത ഉണ്ടാക്കിയിരിക്കുന്ന ഉപദേശ സമാനമായ സഭകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വേർപെട്ട സഭകൾ പിൻപറ്റുന്ന ഒരു വിശ്വാസ പ്രമാണം, ആ വിശ്വാസ പ്രമാണം സത്യത്തിൽ ദൈവമക്കൾ ഹൃദിസ്ഥരാക്കി വെക്കേണ്ടതാണ്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അപ്പോസ്തലന്മാർ എഴുതി തങ്ങളുടെ ലേഖനങ്ങളിലൂടെ ദൈവസഭയ്ക്ക് കൊടുത്ത ഉപദേശങ്ങൾ സംഗ്രഹിച്ചതാണ് അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിൽ സ്നാനം ചെയ്യാനായിട്ടൊരു വ്യക്തി വരുമ്പോൾ സ്നാനം ചെയ്യുന്ന സ്നാപകൻ ആ സ്നാനാർത്ഥിയോട് ചോദിക്കും, നീ എന്ത് വിശ്വസിക്കുന്നു? അപ്പോ അവനത് ചൊല്ലിക്കേൽപ്പിക്കണം. ആ വിശ്വാസ പ്രമാണം ചൊല്ലിക്കേൽപ്പിക്കുന്നവനെ സ്നാനപ്പെടുത്തുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് വാസ്തവത്തിൽ വിശ്വാസ പ്രമാണം എന്നൊരു രീതി തന്നെ ദൈവസഭയ്ക്കകത്ത് ഉണ്ടായി വന്നത്. പിന്നത്തേതിൽ നിങ്ങൾക്കറിയാം, ദൈവസഭയുടെ വളർച്ചയിൽ പലപ്പോഴും വേദപുസ്തകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങളെ ചോദ്യം ചെയ്യുന്ന ദുരുപദേഷ്ടാക്കൾ ഇവിടെ എഴുന്നേറ്റ് വന്നു. അത് നിങ്ങള് സഭാചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം, അതാത് കാലഘട്ടങ്ങളിൽ തന്നെ ദൈവസഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും രംഗപ്രത്യക്ഷത ചെയ്തു. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം, കന്യമറിയാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളും ഫലങ്ങളും വരങ്ങളും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ തർക്കങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ സഭയിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പോഴാണ്
വീണ്ടും ദൈവദാസന്മാർ ഇരുന്ന് ഒരുമിച്ച് കൂടി വാദിച്ചും തർക്കിച്ചും ദുരുപദേശങ്ങളെ കർക്കശമായിട്ട് ഖണ്ഡിച്ചും ദൈവസഭയുടെ വിശ്വാസം പുനരവലോകനം ചെയ്തും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒന്നുകൂടെ സ്ഫുടം ചെയ്തെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിശ്വാസ പ്രമാണം ഞാൻ നിങ്ങളെ പഠിക്കണമെന്ന് പറഞ്ഞ ഈ വിശ്വാസ പ്രമാണം ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു നൂറ്റാണ്ട് കൊണ്ടോ ഉണ്ടായതല്ല. കഴിഞ്ഞ 21 നൂറ്റാണ്ടായി നിരന്തരം പഠിക്കുകയും വാദിക്കുകയും പരിശോധിക്കുകയും അങ്ങനെ സ്ഫുടം ചെയ്ത്, സ്വർണമൊക്കെ സ്ഫുടം ചെയ്തെടുക്കുന്നത് പോലെ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ പ്രമാണമാണ് ഇന്ന് പെന്തിക്കോസ്ത് സഭകൾ പിന്തുടരുന്നത്. അതെവിടെ കിട്ടും? അതെല്ലാ സഭകളിലും പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യേണ്ടതാണ് നമ്മുടെ സഭ. എന്തുകൊണ്ട് നമ്മുടെ സഭാ നേതൃത്വങ്ങൾ ആ കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടില്ല? ഇന്ന് സഭയുടെ നേതൃത്വങ്ങൾ വഴക്ക് തീർക്കുന്ന വെറുമൊരു അഡ്ഹോക് കമ്മിറ്റി മാത്രമായി പോയി ഇന്ന് സഭയുടെ നേതൃത്വങ്ങളൊക്കെ പറയുന്നത്. സത്യത്തില് ഈ വഴക്ക് തീർക്കലാണോ സഭയുടെ നേതൃത്വം ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം എന്താണെന്നും വിശ്വാസത്തിന് ചോദ്യം ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാനും സഭാ നേതൃത്വങ്ങൾ തയ്യാറാകണം. നമ്മുടെ വിശ്വാസികൾ ശരിയായ ഉപദേശത്തിലാണോ നിലനിൽക്കുന്നത് എന്ന് പരിശോധിക്കാനും അവർ തയ്യാറാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യലേഖനം 2-ാം കൊരിന്ത്യലേഖനത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ? വിശ്വാസം നിലനിൽക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അവിടെ വിശ്വാസം ഏതാണെന്നറിയാവോ? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് വേദപുസ്തകം ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, വ്യക്തിഗതമായ വിശ്വാസമുണ്ട്. അതാണ് റോമർ 10:9 നമ്മൾ വായിക്കുന്നത്. കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അത് പേഴ്സണൽ ബിലീഫ് അഥവാ സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറയും. വ്യക്തിഗതമായ വിശ്വാസം കേട്ടോ, വ്യക്തിഗതമായ വിശ്വാസം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് വേദപുസ്തകത്തിൽ 2 തരത്തിൽ പറയുന്നുണ്ട്. എല്ലാ വിശ്വാസവും ഒന്നായിട്ട് നിങ്ങൾ എടുക്കരുത്. ഒന്ന്, വ്യക്തിഗതമായ വിശ്വാസം, പേഴ്സണൽ ബിലീഫ്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു സബ്ജക്റ്റീവ് ഫെയ്ത്ത്. ദൈവശാസ്ത്ര പദം കൂട്ടി പറഞ്ഞു സബ്ജക്റ്റീവ് ഫെയ്ത്ത്. സബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിഗതമായ വിശ്വാസം. നമ്മളോട് ചോദിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. എന്നാൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്നീ ചോദിച്ചിരിക്കുന്നത് യേശുവിനെ നീ വിശ്വസിക്കുന്നു എന്നല്ല ചോദിക്കുന്നത്. അവിടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ സംഹിതയെ കുറിച്ചാണ്, അഥവാ ഉപദേശത്തെ കുറിച്ച് കേട്ടോ. അതാണ് യൂദായുടെ ലേഖനത്തിൽ യൂദ എടുത്തെഴുതുമ്പോഴത്തേക്ക് പറയുന്നു, ഞാൻ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചാണ് നിങ്ങൾക്കൊരു ലേഖനം എഴുതണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ട എല്ലാ കഠിന പ്രയത്നവും ചെയ്തു. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് നിങ്ങളെ ഓർപ്പിച്ചെഴുതുന്നത് ആവശ്യം എന്ന് ഞാൻ അറിയുന്നു. വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്നതാ. എന്തിനാ ഈ വിശ്വാസം? ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് ഇത്ര പോരാട്ടം എന്നാ? അതിന് ഇത്ര പോരാടണമോ നമ്മൾ? അത് നമ്മൾ യുദ്ധം ചെയ്യും. പോരാട്ടം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ഞാൻ യേശുവിനെ എന്റെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് വിശ്വസിക്കുന്നതിന് എനിക്കെന്നാ പോരാട്ടം? എനിക്കെന്താ ഇത്ര യുദ്ധം? അവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശ്വാസ പ്രമാണത്തിന് വേണ്ടി അഥവാ ഉപദേശത്തിന് വേണ്ടി പോരാടണം. തിമോഥെയോസ് ലേഖനത്തിൽ വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അപ്പൊ വിശ്വാസത്തിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, വ്യക്തിഗതമായ വിശ്വാസം, അല്ലെ, സബ്ജക്റ്റീവ് ഫെയ്ത്ത്. 2, വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ അഥവാ വിശ്വാസത്തിന്റെ ഉപദേശം. അതിനെ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് എന്നാണ് വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് വ്യക്തിഗതമല്ല, അതെല്ലാവരും വിശ്വസിക്കേണ്ട ഒരു വിശ്വാസ പ്രമാണമാണ്. അപ്പൊ അതുകൊണ്ടാണ് പൗലോസ് എടുത്തു പറയുന്നത്, നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, 2 കൊരിന്ത്യർ 13-ാം അധ്യായത്തിലാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് പറഞ്ഞാൽ
ഉപദേശത്തിൽ നിലനിൽക്കുന്നുവോ? നിങ്ങൾ ഉപദേശത്തിലാണോ നിലനിൽക്കുന്നത്? ഇതൊരു അപ്പോസ്തലന്റെ ചുമതലയാണ്, ഒരു ദൈവദാസന്റെ ചുമതലയാണ്, സഭാ നേതൃത്വത്തിന്റെ ചുമതലയാണ്. തങ്ങളുടെ വിശ്വാസികൾ വിശ്വാസ പ്രമാണത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നത് എന്ന് പരിശോധിക്കുക. എന്നാല് ദയനീയം എന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ സഭാ നേതൃത്വങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവുമില്ല, അല്ലേ? എന്തും വിശ്വസിക്കുന്നവരാ നമ്മുടെ വിശ്വാസികള്. പുതിയ പുതിയ പ്രവണതകൾ പലതും വരും. പുതിയ പുതിയ ഉപദേശങ്ങളാണെന്നും പറഞ്ഞ് ദുരുപദേശങ്ങൾ സഭയിൽ കെട്ടിയെഴുന്നള്ളിക്കും. അതും ഉപദേശമാണെന്ന് പറഞ്ഞ് ഒട്ടുപേര് സ്വീകരിക്കുന്നു, ഒട്ടുപേര് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു. അവിടെയും നമ്മുടെ സഭയ്ക്ക് വ്യക്തമായി ഒരു മറുപടിയില്ല. സഭാ നേതൃത്വം മിണ്ടാതിരിക്കുകയാണ്, അല്ലേ? നമ്മൾ ദുരുപദേശം എന്ന് കൽപ്പിച്ച് ഈ ഊതി വീഴ്ത്തും, ഉന്തി വീഴ്ത്തും, വിശുദ്ധ ചിരിയും വിശുദ്ധ കൊരയും വിശുദ്ധ ഓളിയിടലും വർഷിപ്പ് ഡാൻസും, അല്ലെ, പ്രൈസ് ആൻഡ് വർഷിപ്പും, പിന്നെ ശാപം പൊട്ടിക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ളവർ ദുരുപദേശമാണെന്ന് വേദപുസ്തകം കൊണ്ട് തെളിയിച്ച് ചരിത്രം വായിച്ചും പഠിച്ചും ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും ഇന്നും നമ്മുടെയൊക്കെ സഭകളിൽ തന്നെ ഒട്ടുപേര് ഇതിന്റെ പുറകെ പോവുകയാണ്, അല്ലേ? ഈ വിശുദ്ധ ചിരിയുടെയും വിശുദ്ധ കൊരയുടെയും ഓരിയിടൽ, ഇപ്പൊ കാഹളമൂത്, പാമ്പിനെ പിടുത്തം, എന്തെല്ലാം പരിപാടികളാണെന്നറിയാമോ? ഒട്ടുപേരെ അതിന്റെ പുറകെ പോവുക. ആരും അവരെ വിലക്കുന്നില്ല. സഭാ നേതൃത്വത്തിന് നിഷ്കർഷയില്ല. ഇതാ സംഭവിച്ചത്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് സഭാ നേതൃത്വങ്ങൾക്ക് നിർബന്ധമില്ല. അപ്പോഴാണ് പൗലോസിനെ പോലുള്ള ആളുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ, വേണേ ആ വാക്യം ഒന്ന് വായിച്ചേ, നിങ്ങൾ 2 കൊരിന്ത്യർ ഒന്ന് എടുത്തേ. 2 കൊരിന്ത്യർ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് വായിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ, അല്ലേ? 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തില് 1-ാമത്തെ അധ്യായത്തിൽ തന്നെയല്ലേ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് ആ വാക്യം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. 1-ാം അധ്യായത്തിലല്ലേ? സോറി, ഞാനത് മറ്റൊരു ക്ലാസ് കഴിഞ്ഞിട്ട് എടുത്തു തരാം അല്ലെങ്കിൽ. അപ്പൊ നോക്കണേ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നുവോ എന്ന ചോദ്യം യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല. യേശുവിനെ വിശ്വസിക്കുന്നത് തുടക്കം മാത്രമാണ്. യേശുവിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞത്. ആ ഉപദേശത്തിൽ നിലനിൽക്കുന്നുവോ എന്ന് തന്നെയാണ് ആ ചോദ്യം, ഇല്ലേ? എനിക്ക് തോന്നുന്നു, സോറി 13-ാം അധ്യായത്തിലാണേ, ലാസ്റ്റ് അധ്യായത്തിലാ, 5-ാം വാക്യം 13, 2 കൊരിന്ത്യർ 13-ന്റെ 5 വായിച്ചേ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ചോദന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ? നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? യു കണ്ടിന്യൂ ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ തന്നെ തുടരുന്നുവോ എന്ന് ചോദിക്കുന്നത് യേശുവിനെ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല ഈ ചോദിച്ചത്. യേശുവിനെ വിശ്വസിക്കുന്നത് തുടക്കമാണ്. യേശുവിനെ വിശ്വസിക്കുന്നവർ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കണം. ആ വചനത്തിൽ തന്നെ നിലനിൽക്കുന്നുവോ? ഉപദേശത്തിൽ നിലനിൽക്കുന്നുവോ? ഇതാ പൗലോസ് ചോദിക്കുന്നത്. നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന. ഞാൻ ശരിയായ ഉപദേശത്തിലാണോ നിലനിൽക്കുന്നത്? ആ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് ആണ്. ഒബ്ജക്റ്റീവ് ഫെയ്ത്ത് ആണ് വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ വിശ്വാസം. ഇനി വേണമെങ്കിൽ ഇത്രയും വായിച്ചതല്ലേ,
യൂദായുടെ പുസ്തകം കൂടെ എടുത്തോ. യൂദായുടെ പുസ്തകം ഞാനിപ്പോ പറഞ്ഞത്, യൂദ 3-ാം വാക്യം വായിച്ചേ. 3-ാം വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിക്കുന്നതിന് ആവശ്യം. കണ്ട, വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി. ഏതാ വിശ്വാസം? യേശുവിൽ വിശ്വസിക്കുന്നോന്നല്ല അവിടെ ചോദിച്ചത്. വിശ്വാസ പ്രമാണത്തിനു വേണ്ടി അഥവാ ഉപദേശത്തിനു വേണ്ടി പോരാടണം. അതാണ് പോരാട്ടം എന്ന് പറയുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടണം, വിശ്വാസത്തിന് വേണ്ടി യുദ്ധം ചെയ്യണം. ഏത്? നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസ പ്രമാണമുണ്ട്. ആ വിശ്വാസ പ്രമാണം എവിടെ ചോദ്യം ചെയ്യുന്നുവോ, എവിടെ അത് തകിടം മറിയുന്നുവോ, അവിടെ ശരിയായ ദൈവമക്കൾ എഴുന്നേൽക്കും, ശക്തമായിട്ട് എതിർക്കും. അതുകൊണ്ട് ദുരുപദേശമൊക്കെ അതെല്ലോടെയും പോട്ടെ, എനിക്കെന്നാന്ന് ചോദിക്കരുത് കേട്ടോ. എനിക്കെന്നാ, ഞാൻ സ്വർഗത്തിൽ പോയി എന്നെ നോ. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടാനാണ്. ദൈവം തന്നിരിക്കുന്ന ഈ ശ്രേഷ്ഠമേറിയ ഉപദേശത്തിന് വേണ്ടി പോരാടാനുള്ള ഉത്തരവാദിത്വവും ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പറയേതാ വിശ്വാസം? യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്തുടരേണ്ട ഉപദേശത്തെ കുറിച്ച് അവിടെ പറയുന്നത്. ഇനി വേണേ 1 തീമോഥെയോസ് 1-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിച്ചേ. 1 തീമോഥെയോസ് 1:3. 1 തീമോഥെയോസ് 1:3. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം കണ്ടോ, വിശ്വാസം എന്ന ദൈവവ്യവസ്ഥ കേട്ടോ. അത് വ്യക്തിഗതമായ വിശ്വാസമല്ല, അതൊരു ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. മനസ്സിലായോ? ഗൃഹകാര്യത്വമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണത്. അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ദൈവപൈതൽ പിന്തുടരുന്ന ഉപദേശം ആണ്, ഉപദേശത്തിന്റെ വ്യവസ്ഥയാണത്. അതുകൊണ്ട് കണ്ടോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നെന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. എല്ലായിടത്തും ഒന്നേ ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അടിസ്ഥാന ക്രിസ്തീയ ഉപദേശത്തെ തന്നെ ആലങ്കാരികമായി വിശ്വാസം എന്ന പദം കൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ഇത് പലയിടത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇനിയും കാണിക്കാം. നിങ്ങള് പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഒന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇനിയും കാണിക്കാം. പലയിടത്ത് എഴുതിയിട്ടുണ്ട്. 2 പത്രോസ് 1:1 വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഞങ്ങൾക്ക്, പത്രോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ വിശ്വാസം ഏതാ? യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ള വിശ്വാസമാണോ? അത് വ്യക്തിനിഷ്ഠമായ വിശ്വാസമല്ല, വസ്തുനിഷ്ഠമായ വിശ്വാസമാണ്. ഞങ്ങൾക്ക് ലഭിച്ച അതേ ഉപദേശം തന്നെ നിങ്ങൾക്കും ലഭിച്ചു. അതാ പത്രോസ് പറഞ്ഞത്. എന്ന് പറഞ്ഞ നമ്മളിത് നിലനിൽക്കുന്ന ഈ ഉപദേശമില്ലേ, നമ്മളിപ്പോ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, സൈകസഭയുടെ ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ പടച്ചുണ്ടാക്കിയതല്ല, നമ്മുടെ അഭിപ്രായമല്ല. അപ്പോസ്തലന്മാർക്ക്
ദൈവമേൽപ്പിച്ച അതേ വിലയേറിയ വിശ്വാസമാണ്. ദ സെയിം ഫെയ്ത്ത്, അതേ വിശ്വാസ സംഹിത, ഉപദേശം, വിശ്വാസത്തിന്റെ ഉപദേശം. എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? ഇത് പത്രോസിനും യാക്കോബിനും യോഹനാനും അന്ത്രയോസിനും ഒക്കെ ദൈവം കൊടുത്ത അതേ ഉപദേശമാണ് ഇന്ന് നമുക്കും തന്നിരിക്കുന്നത്. അഭിമാനമുണ്ടോ അതിൽ? സാറേ, ഈ അതേ ഉപദേശത്തിൽപ്പെട്ടാണോ സാറേ ഈ കാൽകൾ കഴുകൽ ശുശ്രൂഷ? ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മൾ ഉപദേശത്തിന്റെ വിശ്വാസ പ്രമാണേ പറ്റുള്ളൂ. ബാക്കി പറയുമ്പോ നിങ്ങൾ തന്നെ ഗ്രഹിച്ചോളും. ക്ലാസ് കഴിയാതെന്നും ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കാം കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് കയറ്റി പറയുന്നില്ല. അപ്പൊ അതേ ഉപദേശം, ഞാൻ അതിലേക്ക് വരിക, അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം അത് ഇനിയിപ്പോ പറയണേ ഞാനത് കയറ്റി പറയണ്ടേ, അത് പഠിപ്പിക്കാതെ പറയാൻ പറ്റുകയില്ല. അപ്പൊ അതേ ഉപദേശം, ദ സെയിം ഫെയ്ത്ത്, അതേ ഉപദേശം. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർക്ക് കിട്ടിയ ഉപദേശമാണ്. അല്ലാതെ ഇത് നമ്മളാരാണ്ട് പടച്ചുണ്ടാക്കിയതല്ല, തിയോളജിയന്മാര് എഴുതി വെച്ചതല്ല, നിങ്ങളെ ആദ്യം നമസ്തേ എന്ന് ജോയി സാറ് പഠിപ്പിക്കുന്നതും അല്ല. ഈ അപ്പോസ്തലന്മാർക്ക് ദൈവം കൊടുത്തത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അപ്പോസ്റ്റൽസ് ക്രീഡ്, അപ്പോസ്തോലിക വിശ്വാസ പ്രമാണം. ഞാൻ അതൊന്ന് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞു. എത്ര പേര് എഴുതിയിട്ടുണ്ട്? എഴുതി സാറിന്റെ കൊടുത്തിട്ടുണ്ട്? എത്ര പേര് എഴുതി? പലരും ചിരിക്കുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റിയില്ലെന്നായി പറയുന്നേ അല്ലേ? ദൈവസന്നിധി വിശ്വസ്തതയില്ലേ, പിന്നെ എന്തിനാ ഇത് പഠിക്കുന്നേ? ചെറുതാണേലും വലുതാണേലും പറഞ്ഞ കാര്യങ്ങള് അതുപോലെ ചെയ്യുക കേട്ടോ. ഞാൻ ഒരാഴ്ചക്കാവോന്നാ പറഞ്ഞത്. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ആകുമ്പോഴേ ആകുന്നുള്ളൂ. അതുകൊണ്ട് 2-3 ദിവസം കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം ക്ഷണിക്കുന്നു. അടുത്ത ക്ലാസ്സിന് മുമ്പ് എല്ലാവരും അത് സമർപ്പിച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിന് മുമ്പ് എല്ലാവരും അത് എഴുതി സാറിന്റെ കയ്യിൽ കൊടുത്തിരിക്കണം. നിങ്ങളൊരു കോപ്പി സൂക്ഷിച്ചിരിക്കണം. വിശ്വാസ പ്രമാണം. അപ്പൊ ക്രീഡ് ഞാനത് പറഞ്ഞല്ലോ. ഇനി അടുത്തതിലേക്ക് വരികയാണ്. വിശ്വാസ പ്രമാണത്തെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. 1 ക്രീഡ്, 2 പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ് അഥവാ പ്രായോഗിക ഉപദേശങ്ങൾ. ഇപ്പൊ വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിച്ചാൽ മതി അല്ലേ? നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി. അല്ലാതെ നമ്മൾ തലകുത്തി മറിയാനൊന്നും പറഞ്ഞില്ല ഇല്ലേ? വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വാച്യാർത്ഥ കേട്ടോ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വേറെ പുസ്തകത്തിന്റെ ഡെഫിനേഷൻ അല്ല. വാച്യാർത്ഥം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ സത്യമാണെന്ന് അംഗീകരിക്കുക. അതിനെയല്ലേ വിശ്വാസം എന്ന് പറയുന്നത്. ചില കാര്യം സത്യമാണെന്ന് നമ്മളങ്ങ് അംഗീകരിച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളങ്ങ് വിശ്വസിച്ചു, അത് നമ്മൾ സത്യമാണ് അംഗീകരിച്ചു. കാരണം നിന്റെ വചനം സത്യമല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞതാ അല്ലേ? യോഹന്നാൻ 17 കിടപ്പുണ്ട്. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. കർത്താവ് പറഞ്ഞു നിന്റെ വചനം സത്യമല്ലോ. അപ്പൊ വചനം സത്യമാണ്. അപ്പോ ഇത് സത്യമാണ് നമ്മൾ അംഗീകരിച്ചു, ഇത് വചനമാണ് നമ്മൾ അംഗീകരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അത്രയും നിങ്ങൾ ചെയ്തു. ഇനി പ്രായോഗിക ഉപദേശത്തിലേക്ക് വരിക. പ്രായോഗിക ഉപദേശം എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുന്നത് പോലെ തന്നെ പ്രയോഗത്തിൽ വരുത്തേണ്ട ഉപദേശമാണ്. പ്രയോഗത്തിൽ വരുത്തേണ്ട ഉപദേശമാണ്. അതാ പ്രായോഗിക ഉപദേശം. പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ്. ദാറ്റ് മീൻസ് യു ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻ യുവർ പ്രാക്ടീസ്, ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ പ്രയോഗത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ദിവസം പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, നമ്മളത് പ്രായോഗികമായി ചെയ്യണം. വ്യക്തമായിട്ട് നമ്മൾ ചെയ്യണം. അതാണ് പ്രായോഗിക ഉപദേശം എന്ന് പറഞ്ഞത്. കാരണം നമ്മൾ ഈ വിശ്വസിച്ച വിശ്വാസ പ്രമാണം നമ്മുടെ അകത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവൃത്തിയിലേക്കും ജീവിതത്തിലേക്കും അത് വെളിപ്പെട്ടു വരണം അല്ലെ? സത്യത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ
ആ വിശ്വാസമല്ലേ നമ്മുടെ പ്രവൃത്തിയെയും നമ്മുടെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നത്, അല്ലെ? ഞാനൊരു നിരീശ്വരവാദിയായിരുന്നെങ്കിൽ എന്റെ പ്രവൃത്തിയും എന്റെ നോട്ടവും എന്റെ കാഴ്ചപ്പാടും എല്ലാം ആ നിലയിലായിരുന്നു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിൽ എന്റെ നോട്ടവും എന്റെ പ്രവൃത്തിയും എല്ലാം ആ നിലയിലായിരുന്നു. ഞാനൊരു നക്സലൈറ്റ് വിശ്വാസിയായിരുന്നെങ്കിൽ എന്റെ പ്രവൃത്തിയിലും എന്റെ ജീവിതത്തിലും അത് വെളിപ്പെടുമായിരുന്നു. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ എന്റെ വിശ്വാസ പ്രമാണം എന്റെ ജീവിതത്തിലേക്ക് പ്രസരിക്കും, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. അതാ പ്രായോഗിക ഉപദേശം. ഇനി നിങ്ങൾ ആ പ്രായോഗിക ഉപദേശത്തെയും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് കുറിച്ച് വെച്ചേ. പ്രാക്ടിക്കൽ ഡോക്ട്രിൻസ് രണ്ടായി തിരിച്ചിരിക്കുന്നു. പ്രായോഗിക ഉപദേശം രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രമാണങ്ങൾ, ഒന്ന് പ്രമാണങ്ങൾ, ലോസ്. കേട്ടോ, ഇംഗ്ലീഷിലത് ലോസ് എന്ന് പറയും. ലോ, നിയമങ്ങൾ, അല്ലെ? ലോ എന്ന് പറഞ്ഞാൽ നിയമം അഥവാ പ്രമാണം. രണ്ട് മൂലതത്വങ്ങൾ, മൂലതത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്. കേട്ടോ, ഇംഗ്ലീഷിൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയും. PRINCIPLES, പ്രിൻസിപ്പിൾസ്. പ്രിൻസിപ്പിൾ അല്ലേ ഇത്? പ്രിൻസിപ്പിൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയല്ലേ, അതാണ് എന്റെ പ്രിൻസിപ്പിൾ, ഞാൻ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നതാ? നമ്മളതിനെ ആദർശം എന്നൊക്കെ വേണേ മലയാളത്തിൽ പറയാറുണ്ട്, അല്ലെ? അതാണ് എന്റെ ആദർശം. അപ്പൊ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ രണ്ടായിട്ട് തിരിക്കാം. പ്രായോഗിക ഉപദേശത്തെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രമാണങ്ങൾ, രണ്ട് മൂലതത്വങ്ങൾ. അത്ര എഴുതിയോ? ഇനി ഞാൻ പ്രമാണത്തിലേക്ക് വരികയാണേ. ആദ്യം പ്രമാണം, അത് കഴിഞ്ഞ് നമുക്ക് മൂലതത്വം പറയാം. ഇത് എത്രയും കൂടെ പറയാനുള്ള ക്ലാസ്സുകളെ ഇനി നമുക്ക് അവശേഷിച്ചിട്ടുള്ളൂ. എന്താണ് പ്രമാണങ്ങൾ? നിങ്ങൾ കേൾക്കുന്നത് പോലെ തന്നെ പ്രമാണം എന്ന് പറഞ്ഞാൽ ലോ, ലോ, LAW, ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിയമം, നിയമം. ഇന്ത്യയിൽ ജീവിക്കുന്നവരെല്ലാം ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച്, അതിലെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അതിൽ ഒന്ന് നമ്മൾ ലംഘിച്ചാൽ നമ്മള് നിയമപാലകന്മാരാൽ പിടിക്കപ്പെടും, അല്ലെ? കോടതി നമ്മളെ വിസ്തരിക്കും. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിൽ ഇടും, ശിക്ഷിക്കും. മനസ്സിലായോ? ലോയുടെ പ്രാധാന്യം മനസ്സിലായോ? ഒരു ലോ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണ്. പുതിയ നിയമത്തിൽ, പുതിയ നിയമ ദൈവസഭയുടെ കാര്യമായി പറഞ്ഞേ, കൃത്യമായ ലോസ് ഉണ്ട് കേട്ടോ, നിയമങ്ങളുണ്ട്. ഇത് പലർക്കും അറിഞ്ഞുകൂടാ. ഇതൊന്നും ഇങ്ങനെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സഭയിലൊന്നും ഭാഷമാർക്ക് ഇത് പ്രസംഗിക്കാൻ നേരമില്ല. ഇപ്പോഴും നമ്മുടെ സഭയിൽ സത്യത്തിൽ ഇതാ ദൈവസഭയെ പഠിപ്പിക്കേണ്ടത്. അതിന് പകരം ഇപ്പോഴും നമ്മൾ ദാവീദിന്റെ 5 കല്ലേലാ നിൽക്കുന്നത്. അതിന്റെ വിസ്താരം കഴിഞ്ഞിട്ട് ഇതുവരെ അടുത്തലോട്ട് കയറാൻ പറ്റുന്നില്ലല്ലോ. ഈ 5 കല്ലും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്ന് വരെ ഏറ് നടന്നിട്ടില്ല. ദാവീദിന്റെ 5 കല്ല്, ദാനിയേലിന് കണ്ട ബിംബത്തിന്റെ കണ്ണും മൂക്കും, അതിന്റെ വിസ്താരമാണ്. എന്തെല്ലാം പഠനങ്ങളാണെന്നറിയാവോ? ശിംശോന്റെ ജീവിതകഥ, അബ്രഹാമിന്റെ ജീവചരിത്രം, ഇതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ നിയമസഭ പഠിക്കേണ്ടത് പുതിയ നിയമ ഉപദേശമാണ്. അതിൽ നിലനിൽക്കുന്നു. അതാ പൗലോസ് ചോദിച്ചത്, നിങ്ങൾ അതിലാണോ നിലനിൽക്കുന്നത്? അതോ വേറെ വല്ലത്തിലാണോ? കുറെ കഥകളാണോ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം? ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം കുറെ കഥകളാണോ? കുറെ ചരിത്രങ്ങളാണോ? കുറെ ജീവചരിത്രങ്ങളാണോ നമ്മൾ പിൻപറ്റേണ്ടത്? അബ്രഹാം അങ്ങനെ ജീവിച്ചു, മോശ ഇങ്ങനെ ജീവിച്ചു, അതാണോ നമ്മൾ പിൻപറ്റേണ്ടത്? നമ്മൾ പിൻപറ്റേണ്ടത് പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്ത ഉപദേശങ്ങളാണ്.
അപ്പോ മുമ്പേ ഒരു ചോദ്യം ചോദിച്ചതിനും കൂടെ മറുപടി ഞാൻ പറയാം. എന്താണ് പ്രമാണങ്ങൾ? കേട്ടോണേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. പുതിയ നിയമത്തിലെ കാര്യമാണ് പറഞ്ഞത്, പഴയ നിയമത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാനല്ല പറഞ്ഞത്. പുതിയ നിയമസഭയ്ക്കുള്ള ഉപദേശം പുതിയ നിയമത്തിലാണ് കിടക്കുന്നത്. പുതിയ നിയമത്തിൽ യേശു തുടങ്ങി അപ്പോസ്തലന്മാര് വരെ ചെയ്യണം എന്ന് പറഞ്ഞതും ചെയ്യരുത് എന്ന് പറഞ്ഞതുമാണ് പ്രമാണങ്ങൾ. ഒന്നുകൂടെ കേൾക്കണം. പുതിയ നിയമസഭയുടെ ഉപദേശം എന്ന് പറഞ്ഞ പ്രമാണം എന്ന് പറഞ്ഞ എന്നതാ? യേശു തുടങ്ങി അപ്പോസ്തലന്മാര് വരെ ചെയ്യുവിൻ. ഇംഗ്ലീഷിൽ വേണേ ഡൂസ് എന്ന് പറയും കേട്ടോ. ഡൂസ്, DO അപ്പസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതിക്കേ, അപ്പസ്ട്രോഫി ഇട്ടിട്ട് എസ് എഴുതണേ. ഡൂസ്, ഡൂസ്. പുതിയ നിയമത്തിൽ ഒത്തിരി ഡൂസ് ഉണ്ട്. ചെയ്യണം, 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 ചെയ്യണം. അത് ചെയ്വീൻ, ഇങ്ങനെ ചെയ്വീൻ, അത് ചെയ്വീൻ, ഇങ്ങനെ ചെയ്വീൻ, ഇത് ചെയ്വീൻ. അവിടെ സംശയമൊന്നുമില്ല, അതിനൊരു വ്യാഖ്യാനവും വേണ്ട കേട്ടോ. ഇത്തരം ഉപദേശത്തിന്റെ പ്രമാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു സന്ദേഹത്തിന്റെയും വ്യാഖ്യാനത്തിന്റെയും പഴുതുകൾ അവിടെ ഇല്ല. ഒരു പഴുതുമില്ല. ചെയ്യുവിൻ. രണ്ടാമത് ചെയ്യരുത്. അതിനെ ഇംഗ്ലീഷിൽ ഡോൺസ് എന്ന് പറയും. DONT അപ്പസ്ട്രോഫി എസ്, ഡോൺസ്. DONT അപ്പസ്ട്രോഫി എസ്, ഡോൺസ്. ഡു നോട്ട്സ് എന്ന് പറഞ്ഞ ചെയ്യരുത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേരാ ഞാൻ ഈ പറഞ്ഞു കേട്ടോ. The do's and the don'ts in the New Testament. പുതിയ നിയമത്തിലെ ചെയ്യാൻ പറഞ്ഞതും ചെയ്യരുതെന്ന് പറഞ്ഞതും പുതിയ നിയമത്തിലെ പ്രമാണങ്ങളാണ്. അതൊരു പുതിയ നിയമ ഭക്തൻ അനുസരിച്ചേ പറ്റൂ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്, പുതിയ നിയമത്തിന്റെ കൽപ്പനയാണ്. ഇനി കൽപ്പന ലംഘിച്ചാൽ അതിനെ വിളിക്കുന്ന പേരെന്നതാ? കൽപ്പനാലംഘനം. കൽപ്പന ലംഘിച്ചാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? അതല്ലേ ഏദൻ തോട്ടത്തിൽ നടന്നത്? യഹോവയായ ദൈവം കൽപ്പിച്ചതെന്തെന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഫലങ്ങൾ നിനക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാം, പക്ഷേ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. 2:17 ഉൽപ്പത്തി 2:17. അതാ കൽപ്പന. അപ്പൊ കൽപ്പന ഒരുവൻ ലംഘിച്ചാൽ അതിനെ വിളിക്കുന്ന പേരെന്താ? പാപം. പാപം. അപ്പൊ പാപം എന്ന് പറഞ്ഞാൽ എന്നതാ? കൽപ്പനാലംഘനം, അഥവാ കൽപ്പന ഇല്ലാതെ പോകുന്നത് കേട്ടോ. കൽപ്പന ഇല്ലാതെ ഇരിക്കുന്നതിനെയാണ് 1 യോഹന്നാൻ 3 4 വായിച്ചേ. 1 യോഹന്നാൻ 3:4. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അതാ പാപത്തിന്റെ ഡെഫിനീഷൻ കേട്ടോ. നിങ്ങൾ ആരും ഡെഫിനീഷൻ ഉണ്ടാക്കിക്കൊണ്ട് നടക്കണ്ട, നിർവചനം ഉണ്ടാക്കാൻ പോകണ്ട. പാപത്തിന് കൃത്യം ഡെഫിനീഷൻ യോഹന്നാൻ തന്നിട്ടുണ്ട്, വേറെ ദിവസം തന്നെ തരുന്നുണ്ട്. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പറയാം. പാപം അധർമ്മം തന്നെ. അനോമിയ. അധർമ്മം എന്നുള്ളതിന് ഗ്രീക്കിൽ പറയുന്നത് അനോമിയ. അതിന്റെ അർത്ഥം എന്നറിയാമോ? ട്രാൻസ്ഗ്രഷൻ എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ഗ്രസ് എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു പോവുക. ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓവർ, ഗ്രേഡി എന്ന് പറഞ്ഞ ടു സ്റ്റെപ്പ്,
എന്താ? ടു സ്റ്റെപ്പ് ഓവർ, അതിക്രമിച്ചു പോവുക, മറികടന്നു പോവുക. അതിനെ അധർമ്മം എന്ന് പറയുന്നത്. ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ മറികടന്നു പോകുന്നതിനെയാണ് പാപം. ദൈവം നമുക്കൊരു അതിർത്തി തന്നിട്ടുണ്ട്, ഒരു അതിര് തന്നിട്ടുണ്ട്. ഇവിടം വരെ പോകാം. അതാ തോട്ടത്തിലെ സകല വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. അവിടെ അങ്ങനെ ഒരു പദം കൂടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ തിന്നാവുന്ന, നിങ്ങളുടെ മനസ്സ് പോലെ തിന്നാം. പക്ഷെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. ഈ വിലക്കുകൾ ദൈവം ഇടുമ്പോഴത്തേക്ക് വിലക്കിനകത്തുള്ള അനുഗ്രഹവും കൂടെ ദൈവം പറഞ്ഞേച്ചാ. അല്ലാതെ നിനക്കൊന്നും തരാതിരിക്കാനല്ല ഈ വിലക്ക് പറഞ്ഞത്. എന്ന് മനസ്സിലായി? അങ്ങനെ ചെയ്യരുതേ, ഇങ്ങനെ ചെയ്യരുതേ, അത് ചെയ്യരുതേ, അങ്ങോട്ട് പോകരുതേ, ഇത് കാണരുത് എന്നൊക്കെ നിന്നോട് പറയുമ്പോൾ നിനക്ക് കാണാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും പോകാൻ പറ്റുന്നതുമായ നന്മകളുടെ ഒരു വലിയ അനുഗ്രഹം നിനക്ക് തന്നേച്ചാണ് ദൈവം പറഞ്ഞത് അത് ചെയ്യരുത്. അല്ലാതെ തോട്ടത്തിലെ മുഴുവൻ ആ വൃക്ഷത്തിന്റെ ഫലവും നിനക്ക് നിരോധിച്ചിട്ടില്ല. അത് ഇഷ്ടം പോലെ മനസ്സ് പോലെ തിന്നാമെന്നിടത്തോളൂ നിനക്ക് തിന്നാം. ആ അനുഗ്രഹം പറഞ്ഞാ പറഞ്ഞത്. പക്ഷെ നടുവി നിൽക്കുന്നത് വൃക്ഷത്തിന്റെ ഫലത്തിൽ. മനസ്സിലായോ? പക്ഷേ അവൻ എന്ത് ചെയ്തു? ആ നിയമത്തിന്റെ പരിധി, നിയമത്തിന്റെ ആ രേഖ ട്രാൻസ്ഗ്രസ് ചെയ്തു. അത് ട്രാൻസ്ഗ്രഷൻ. ട്രാൻസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ടു ഓവർ കേട്ടോ. ട്രാൻസ്ഗ്രസ്, ഗ്രേഡി, ഗ്രേഡി ഇത് ലത്തീൻ പദമാണേ. ട്രാൻസ്ഗ്രേഡി, ഗ്രേഡി എന്ന് പറഞ്ഞ ടു സ്റ്റെപ്പ്, ചുവട് വയ്ക്കുക. അപ്പോ ടു സ്റ്റെപ്പ് ഓവർ, ചുവട് വെച്ചു പോകുക. അതാ അനോമിയ എന്ന് പറഞ്ഞ അനോമിയ. നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് വേറൊരു അർത്ഥമാണ്, ഇച്ചിരി രസമാണ്. സിൻ ഈസ് ലോലെസ്നെസ്. അധർമ്മം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ലോലെസ്നെസ്, നിയമമില്ലാത്ത അവസ്ഥ. അധർമ്മം എന്ന് പറഞ്ഞാൽ നിയമമില്ലാത്ത അവസ്ഥ. അപ്പോഴേ ഞാൻ ചോദിച്ചത് ഇതാണ്, പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ അല്ലേ, ചെയ്യുവിൻ എന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ, ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് പാപം. പാപം ചെയ്യുന്ന ദേഹി, പാപത്തിന്റെ ശിക്ഷ എന്താ? അതാ പൗലോസ് രസകരമായിട്ട് പറഞ്ഞത് റോമർ 6:23, പാപത്തിന്റെ ശമ്പളം മരണം. എസെക്കിയേൽ പ്രവചനം 18:4-20 ഈ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മരിക്കും. ഇതൊന്ന് വായിപ്പിക്കണം. ഇനി ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, അത് എടുത്ത് വായിപ്പിക്കണോ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുക, വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. മരിക്കും, മരിക്കും. വേണേ വായിച്ചേ എസെക്കിയേൽ പ്രവചനം 18. എസെക്കിയേൽ പ്രവചനം 18 പെട്ടെന്ന് എടുത്തേ 4:20 രണ്ട് വാക്യം വായിക്കണം. എസെക്കിയേൽ 18:4 ആദ്യം വായിച്ചേ. സകല ദേഹികളും എനിക്കുള്ളവർ, അതിനു മുമ്പ് അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അടിവര ഇട്ട് വെക്കതൊക്കെ അതൊക്കെ പ്രധാന വാക്യങ്ങളല്ലേ വേദപുസ്തകത്തിലെ. നിങ്ങളത് കാണാപ്പാണ് റെഫറൻസ് സഹിതം പഠിച്ചോണം. ഒരാളോട് സുവിശേഷം പറയുമ്പോഴത്തേക്ക് റെഫറൻസ് സഹിതം നിങ്ങൾ സുവിശേഷം, വചനമാ പറയേണ്ടത്. വചനത്തിനാ ജീവനുള്ളത്, അല്ലാതെ നിങ്ങളുടെ സാക്ഷ്യത്തിനല്ല. എനിക്ക് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്ന് പറയാൻ സുവിശേഷം പറയുന്നിടത്ത് നമ്മുടെ അനുഭവം അല്ല പറയുക. അതല്ല പ്രാധാന്യം. അത് പറഞ്ഞോ നേരം കിട്ടിയ.
സുവിശേഷം എന്ന് പറഞ്ഞാൽ വചനമാണ്. അപ്പൊ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ വചനമാ പറയേണ്ടത്. അത് റെഫറൻസ് ഇട്ട് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഉടനെ എടുത്ത് വായിച്ച് കേൾപ്പിച്ചിട്ട് പറഞ്ഞോ. നിങ്ങൾ റെഫറൻസ് പഠിച്ചോണം കേട്ടോ. ഇത്തരമുള്ള അടിസ്ഥാന വാക്യങ്ങളൊക്കെ റെഫറൻസ് കാണാപ്പാടമായിരിക്കണം മനസ്സിൽ. തപ്പി കണ്ടുപിടിക്കാനൊന്നും ഇരിക്കരുത്. പാപം ചെയ്യുന്ന ദേഹി, അപ്പീലില്ലാത്ത നിയമമല്ലേ അത് കേട്ടോ. അപ്പീൽ കൊടുത്താലൊന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. 20 കൂടെ വായിച്ചേ സിസ്റ്ററെ. 20. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. കണ്ടോ ഈ 2 വാക്യങ്ങളും. അപ്പൊ ഓർത്തോണം കേട്ടോ. എസെക്കിയേൽ 18:4 20 ഒരേ വാക്യമാണ് കിടക്കുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പീലില്ല കേട്ടോ, അപ്പീലില്ല. റോമർ 6:23 എടുത്ത് വായിച്ചേ. പൗലോസ് അത് കുറെ കൂടെ വർണ്ണശബളമായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന 6:23 വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. എന്താ പാപത്തിന്റെ ശമ്പളം? മരണമത്രേ. വേറെ അപ്പീലൊന്നുമില്ല അവിടെ. പാപം ചെയ്യുന്ന മനുഷ്യൻ മരിക്കും. അപ്പൊ പാപത്തിനെതിരെയുള്ള ദൈവത്തിന്റെ അഴിവില്ലാത്ത നിയമത്തിന് വിളിക്കുന്ന പേരാണ് മരണം. പാപത്തിന്റെ ന്യായവിധി മരണമാണ്. അതിൽ കുറഞ്ഞൊന്നുമില്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമാണ്. തിന്നുന്ന നാളിൽ മരിക്കും. ആ മരണത്തെ നീക്കാൻ നമുക്കാർക്കും പറ്റില്ല. കാരണം അത് ദൈവത്തിന്റെ പരമോന്നത നിയമമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്രയും മനസ്സിലായോ? ഞാൻ എടുത്തത് ഇതൊന്ന് കയറി പറഞ്ഞതാണേ. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറയുന്ന ഡൂസും അഥവാ ചെയ്യുവീൻ എന്ന് പറഞ്ഞതും ഡാൻസും ചെയ്യരുതെന്ന് പറഞ്ഞതും ചെയ്താലോ? പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചെയ്യുവീൻ എന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാലും ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താലും എന്തിനെ വിളിക്കുന്നത്? എന്താ വിളിക്കുന്നതിനെ? പാപം. പാപം ചെയ്യുന്ന ദേഹി, പാപം ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യും? മരിക്കും. ആ മരണം മൂക്കിന്ന് ശ്വാസം പോകുന്നതല്ല. ആ മരണം എന്തിനെയാ കാണിക്കുന്നത്? നിത്യമരണം അഥവാ നരകം. നരകം. ഇനി ഞാൻ ചോദിക്കട്ടെ, പെന്തിക്കോസ്ത് വിശ്വാസി പുതിയ നിയമത്തിലെ ഉപദേശം നീ ലംഘിച്ചിട്ട് സ്വർഗത്തിൽ പോകാനിരിക്കുകയാണോ? ചില പാസ്റ്റർമാര് പറയുന്ന പോലെ സ്വർഗത്തിൽ ഭൂമി തരിശ് കടന്നാലും പാപിയെ ദൈവം അങ്ങോട്ട് കയറ്റുകയില്ല കേട്ടോ. അതുകൊണ്ട് എന്താ അർത്ഥം? പുതിയ നിയമം ചെയ്യുവീൻ എന്ന് പറയുന്നതെല്ലാം ചെയ്യണം. ചെയ്യരുത് എന്ന് പറയുന്നതൊന്നും ചെയ്യരുത് കേട്ടോ. അത് ചെയ്ത പാപ. ചെയ്യുവീൻ എന്ന് പറയുന്നത് ചെയ്താൽ. ചെയ്യുവീൻ എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ. ചെയ്യുവീൻ എന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിൻസ് ഓഫ് ഒമിഷൻ. അതിന് മലയാളം എന്നാ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. സിൻസ് ഓഫ് ഒമിഷൻ. ചെയ്യേണ്ടത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞു. ഒമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെയ്യാതിരിക്കുക. സിൻസ് ഓഫ് ഒമിഷൻ. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേര് സിൻസ് ഓഫ് കമ്മീഷൻ. കമ്മിറ്റ് ചെയ്തു. ചെയ്യരുത് എന്ന് പറഞ്ഞത് കമ്മിറ്റ് ചെയ്തു. അതാ സിൻസ് ഓഫ് ഒമിഷൻ എന്നും സിൻസ് ഓഫ് കമ്മീഷൻ എന്നും പറയുന്നു. ഇതിന് മലയാളത്തിൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അത്രയും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇംഗ്ലീഷ് തന്നെ നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണ് പുതിയ നിയമത്തിൽ കർത്താവും ശിഷ്യന്മാരും ചെയ്യാൻ പറഞ്ഞത് ചെയ്യാതിരുന്നാൽ കുഞ്ഞൻ ഈ പാപിയ, മൃഗത്തിലെത്തുകയില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്താൽ നീ പാപിയാണ്,
നീ നിത്യതയിലെത്തുകയില്ല. ഗൗരവമായിട്ടൊന്ന് മനസ്സിലാക്കി, ഇത് കുട്ടിക്കളി അല്ലെന്ന്, കുഞ്ഞുകളി അല്ല ഇത്. എന്നാ എത്രയെണ്ണം ഉണ്ട് ഡൂസ് ആൻഡ് ഡോൺസ്? ഇനി കേട്ടോ, പുതിയ നിയമത്തിൽ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നതും ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതും എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദൈവദാസന്മാര്, ദൈവശാസ്ത്രജ്ഞന്മാര് കേട്ടോ. അല്ലാതെ ഇത് ഊഹാപോഹങ്ങളല്ല ഈ പറയുന്നത്. ഒരു കേസ് വന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് അരിച്ചു കലക്കി പഠിച്ച വക്കീലന്മാരും അതിന് വിധി കൽപ്പിക്കാൻ നിരവധി ജീവിതാനുഭവങ്ങളുള്ള ജഡ്ജി ഇരിപ്പുണ്ട്. അവര് നിയമം നോക്കിയിട്ട് അവര് വിധി പറയുന്നത്. ഇവിടെ വിധി എഴുതി വെച്ചിരിക്കുക. ഒന്നും രണ്ടും അല്ല. കേട്ടോണേ, ഇനി ഞാൻ പറയുന്നത് കേൾക്കണേ. ഡൂസും ഡോൺസും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് 1050 എണ്ണമുണ്ട്. ഏതായാലും ഉപദേശിമാർ ഇതുവരെ പറഞ്ഞു തന്നോ? ഇത് നിങ്ങളോട് പറഞ്ഞു തന്നോ? ഏതായാലും ഞായറാഴ്ച ഒരു ഉപദേശിയെങ്കിലും ഇതിനെ ഇത്രയും ഉണ്ടെന്നൊന്ന് പറഞ്ഞോ നിങ്ങളോട്? അത് പഠിപ്പിക്കുമൊന്നും വേണ്ട. ഇത് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടായി പറഞ്ഞേ. ഇല്ല, ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഏതാണ്ട് ഒരു തരം കൂട്ടയോട്ടം പോലെ നമ്മളും അങ്ങ് ഓടുക. ഏതിലെ ഓടണമെന്നോ എങ്ങനെ ഓടണമെന്നോ ഒന്നും നമുക്കും അറിയത്തില്ല. നമ്മളും അങ്ങ് ഓടുക. 1050 എണ്ണം ചെയ്യുവീൻ എന്നും ചെയ്യരുത് എന്നും പറഞ്ഞത് പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. കുഞ്ഞ, ഇതിൽ ഒരെണ്ണമെങ്കിലും നീ ലംഘിച്ച നിത്യതയെ കാണുകയല്ല. കുട്ടിക്കളി അല്ല ഇത്, കുഞ്ഞുകളി അല്ല, തമാശയല്ല ഇത്. അത്ര ഗൗരവമാണെന്ന് ഓർത്തി. 1050 എണ്ണം. ഈ 1050 എണ്ണത്തില് ചിലത് ആവർത്തനമുണ്ട് കേട്ടോ, ചിലത് ആവർത്തനമുണ്ട്. ഇപ്പൊ കർത്താവ് പറഞ്ഞു തന്നെ വേണേ അപ്പോസ്തലൻ പൗലോസും എടുത്ത് പറഞ്ഞെന്ന് വരാം, ചിലത് യോഹന്നാനും പറഞ്ഞെന്ന് വരാം. അപ്പൊ ആവർത്തനം വരും. അതുകൊണ്ട് ഈ ആവർത്തനം നമ്മൾ ഒന്നെന്ന് കൂട്ടി, ഒന്നെന്ന് നമ്മൾ നമ്പർ ഇട്ടാൽ 800 നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. കുറഞ്ഞത് 800 കേട്ടോ, 800 എണ്ണമുണ്ട്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മറ്റുള്ളവരുമായി ഉള്ള നമ്മുടെ ബന്ധത്തിലും നമ്മളെ നിയന്ത്രിക്കുന്ന ഉപദേശങ്ങളാണ്. എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സമസ്ത മേഖലയിൽ ഞാൻ എന്നോട് തന്നെ പാലിക്കേണ്ട കർമ്മങ്ങളുണ്ട്. അതിനെ ധാർമ്മിക നിയമങ്ങൾ എന്ന് പറയാം. ഞാൻ ദൈവത്തോട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിനെ ആത്മീയ നിയമങ്ങൾ എന്ന് വിളിക്കും. ഞാൻ മറ്റുള്ളവനോട് പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. അതിനെ പൗര നിയമങ്ങൾ എന്ന് വിളിക്കാം. ഇതെല്ലാം കൂടെ അടങ്ങിയത് 1050. അപ്പൊ ഇതെങ്ങനെ പഠിക്കും? അതിനെ ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പേ ഷാജി സാറിന്റെ വാട്സാപ്പിലോട്ട് അതിന്റെ ഒരു PDF കോപ്പി അയച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 2 അല്ല, 1050 എണ്ണം. അതിനെ ഞാൻ പറഞ്ഞു 800 നമ്മൾ പഠിക്കുന്നു. കാറ്റഗറൈസ് ചെയ്തിട്ട് വിവിധ ഹെഡിങ്ങുകളായി അതിനെ തിരിച്ചിട്ട് ഇത് ഏതാണ്ട് 12 പേജോളം വരുന്ന ഒരു PDF കോപ്പിയായിട്ട് ഞാൻ സാറിന്റെ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരും, ഗ്രൂപ്പിലിടും. അതെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊരു നല്ല കമ്പ്യൂട്ടർ, വീട്ടിൽ കമ്പ്യൂട്ടറും പ്രിന്ററും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. അല്ലാത്തവർക്ക് ഇത് ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്നിട്ട് ഇതിന്റെ PDF കോപ്പി എടുത്തു തരാൻ പറയണം. 12 പേജ് എന്ന് പറഞ്ഞാൽ 6 പേപ്പറേ ഉള്ളൂ. 6 പേപ്പർ, 12 പേജ്. ഇതെല്ലാവരും പ്രിന്റ് ചെയ്ത് കയ്യിൽ ഓരോ കോപ്പി മേടിച്ചിരിക്കണം. എന്നിട്ട് ഇത് മാത്രം മതി കേട്ടോ പ്രസംഗിക്കാൻ. പ്രസംഗക്കുറിപ്പ് പോലെ ഇത് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 800 എണ്ണം. ഈ 800 എണ്ണം
സത്യത്തില് 800 മാസം പ്രസംഗിക്കാനുള്ളതുണ്ട്. ഇത് തീർന്നേച്ച് പോരെ അബ്രഹാമിന്റെ കഥ പറയുന്നേ? പോരെ? പുതിയ നിയമസഭ ഇതല്ലേ പഠിപ്പിക്കേണ്ടത്? ഇത് തന്നെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ലേ 800 ആഴ്ചകൾ കൊണ്ട് തീരുകയില്ല, 800 മാസങ്ങൾ തന്നെ വേണ്ടി വരും. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു സഭയിലോട്ട് നിന്ന് കഴിഞ്ഞാൽ 3-4 വർഷത്തിൽ കൂടുതൽ നിൽക്കാൻ നോക്കുവോ? അപ്പൊ ട്രാൻസ്ഫർ ആകും 4-ാം വർഷം ഇല്ലേ? ഞങ്ങൾക്കാണെങ്കിൽ 3 വർഷം എന്നാ നിയമം. ഇനി സഭ 1 വർഷം കൂടെ അനുവദിച്ചാലല്ലേ ഞങ്ങളുടെ ആയുഷ്കാലം ഏറെയായാൽ 3 സംവത്സരം, അതിലപ്പുറം 4 സംവത്സരം, സഭ അനുവദിച്ച 4 സംവത്സരം. അത് വേഗത്തിൽ തീരും. ഞങ്ങൾ ഓടിപ്പോവുകയും ചെയ്യും, ഇല്ലെങ്കിൽ ഞങ്ങളെ ഓടിക്കും എന്ന വേദപുസ്തകത്തിൽ കാണുന്നത്. ഞങ്ങളതിന് തയ്യാറായ, ഈ ഓടാൻ തയ്യാറായ പലയിടത്തോട്ടും ചെല്ലുന്നത് തന്നെ. അപ്പൊ ഈ കാലം കൊണ്ട് ഇത് പ്രസംഗിച്ച് തീരുകയില്ല. ഇത് തീർന്നിട്ട് വേണ്ടേ പിന്നെ അബ്രഹാമിന്റെ കഥ പറയാൻ? ഇതിൽ ഓരോന്നൊക്കെ വരുമ്പോഴത്തേക്ക് ചില റെഫറൻസ് എടുത്ത് പറഞ്ഞോന്നേ. പക്ഷെ പുതിയ നിയമസഭയിൽ ഇത് പഠിപ്പിക്കുക. ഇത് അതിന് നേരമില്ല. അതിന്റെ കാര്യം എന്നറിയോ? ഇത് പഠിച്ചാലേ പ്രസംഗിക്കാൻ പറ്റൂ. പഠിക്കണം, ഓരോന്നും എടുത്ത് കുത്തിയിരുന്ന് പഠിക്കണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അബ്രഹാമിന്റെ കഥയൊന്ന് വായിച്ചു വെച്ച് നമ്മൾ ചുമ്മാ കണ്ണുമടച്ചിരുന്നാൽ മതി. നമുക്ക് ഒത്തിരി ആശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ നിന്നുണ്ടായി വരും. എന്നിട്ട് ദൈവാത്മാവ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിടിപ്പിക്കും. ഇത് കേട്ട് ദൈവാത്മാവ് കുത്തിയിരുന്ന് ചിരിക്കും. വല്ല കാര്യവും ഉണ്ടോ? അതിന് ബാക്കി അടി അവിടെ ചെല്ലുകയാണെങ്കിൽ അന്നേരവും കിട്ടും. വചനത്തോട് കൂട്ടുചേർക്കുന്നവൻ ശാപിക്കപ്പെട്ടവൻ. നീ ഒരു കൂട്ടും ചേർക്കണ്ട. ഞാനിപ്പോ ഉദാഹരണം പറയാവേ, നിങ്ങൾക്ക് അത് കിട്ടുമ്പോഴത്തേക്ക് ആദ്യം തുടങ്ങുന്നത് 7 അബ്സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിട്ടുപോകേണ്ടത് അബ്സ്റ്റെയിൻ ഫ്രം, നിങ്ങൾ മാറി നിൽക്കേണ്ടത് 7 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. 1 ഐഡൽസ്, അപ്പോസ്തല പ്രവൃത്തി 15. അബ്സ്റ്റെയിൻ ഫ്രം, അങ്ങനെ തന്നെ എഴുതിയിരിക്കുക. യു അബ്സ്റ്റെയിൻ ഫ്രം, വിഗ്രഹങ്ങളോട് അകന്നു നിൽക്കുവീ. എന്താ വിഗ്രഹം? അപ്പൊ ഒരു വിഷയം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ വിഗ്രഹം മാത്രം മതി സാറേ ഒരാഴ്ച പ്രസംഗിക്കാൻ, എല്ലാ മീറ്റിങ്ങിലും. ഇതാരോട് പറഞ്ഞതാ? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നു നിൽപ്പീൻ. അല്ലേ? അതുകൊണ്ട് എഴുതിയിട്ടുണ്ട്, വിഗ്രഹങ്ങളോട് അകന്നു നിൽപ്പീൻ. അപ്പൊ ഈ വിഗ്രഹം ഏതാ? അപ്പൊ പുതിയ നിയമസഭയോട് പറയാ വിഗ്രഹങ്ങളോട് അകന്നു നിൽക്കാൻ പറയാ. അതിന് പെന്തിക്കോസ്തുകാര് വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണോ? ആണോ? അപ്പൊ പിന്നെ പുതിയ നിയമസഭയ്ക്കല്ലേ യോഹന്നാൻ ലേഖനം എഴുതിയത്? അല്ലേ? കുഞ്ഞുങ്ങളെ നിങ്ങൾ 1 യോഹന്നാൻ 5-ാം അധ്യായം നിർത്തി 5-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങള്. ഞാൻ ഉദാഹരണം പറയാനാണേ. അവസാനത്തെ വാക്യം 5-ന്റെ 21 ആണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചു. ഈ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ യോഹന്നാൻ തുടങ്ങിയത് ആരെ വിളിച്ചാന്നറിയാവോ? ലോകമനുഷ്യനെ അല്ല ഈ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചത്. പിന്നെ ആരെയാ? ദൈവസഭയെ, ദൈവമക്കളെയാ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ സേവിക്കാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് മുമ്പോട്ട് വന്നവര് വിഗ്രഹത്തിന് പുറകെ പോവോ? പിന്നെന്തിനാ വിഗ്രഹങ്ങളോട് അകന്ന് നിൽക്കാൻ പറഞ്ഞേ? അപ്പൊ വിഗ്രഹങ്ങളുണ്ട്. ഈ നമ്മളൊക്കെ ഓർക്കുന്ന എന്നാന്നറിയാവോ? കുറെ മെറ്റൽ വിഗ്രഹങ്ങളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ചെമ്പ് കൊണ്ടും വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും താടി കൊണ്ടും ഒക്കെ പണിത മെറ്റൽ ഗോഡ്സിനെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ പെന്തിക്കോസ്തുകാർ സേവിക്കുന്നത് മെറ്റൽ ഗോഡ്സ് അല്ല, മെന്റൽ ഗോഡ്സാ. കേട്ടോ? നമ്മുടെ മനസ്സിൽ ഒത്തിരി വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. ദൈവത്തെക്കാൾ അധികം നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അതെല്ലാം എന്നതാ? വിഗ്രഹങ്ങളാ. അത് കുഞ്ഞുങ്ങളെ ആണേലും കൊള്ളാം, കുടുംബത്തെ ആണേലും കൊള്ളാം,
ജോലിയാണെങ്കിലും കൊള്ളാം, വിദ്യാഭ്യാസത്തെ ആണെങ്കിലും കൊള്ളാം, നിന്റെ സൗന്ദര്യത്തെ ആണെങ്കിലും കൊള്ളാം. നീ ഏതിനെ സ്നേഹിക്കുന്നു? കർത്താവിനേക്കാൾ അധികം പ്രാധാന്യം കൊടുത്ത് എന്തിനെ സ്നേഹിക്കുന്നു? അതെല്ലാം വിഗ്രഹങ്ങളാണ്. അത് വേറെ ദിവസത്തെ റെഫറൻസ് കിടപ്പുണ്ട്, നിങ്ങൾ കണ്ടുപിടിച്ചു. വിഗ്രഹങ്ങൾ എന്താ മെന്റൽ ഗോഡ്സ് കണ്ടോ? അപ്പൊ ഐഡൽസ്, ഫോർണിക്കേഷൻ കേട്ടോ, എന്നാ ദുർനടപടികൾ എന്ന് പറഞ്ഞാല് എന്നാ അതിനെ പറയുന്ന ഫോർണിക്കേഷൻ ഉള്ളതിന് പിന്നെ വ്യഭിചാരം എന്നുള്ള പദം. സ്ട്രാങ്കിൾഡ് മീറ്റ്സ്, ശ്വാസം മുട്ടിച്ചത്ത മാംസം. ഈറ്റിംഗ് ബ്ലഡ്, രക്തം തിന്നുന്നതിനെ കുറിച്ച്. മീറ്റ്സ് ഓഫർഡ് ടു ഐഡൽസ്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസം. ഓൾ അപ്പിയറൻസസ് ഓഫ് ഈവിൾ, പിശാചിന്റെ എല്ലാ പ്രത്യക്ഷതകളിൽ നിന്നും അകൽ നിൽക്കണം. ഫ്ലഷി ലെസ്, നമ്മുടെ മോഹങ്ങൾ, ജഡീക മോഹങ്ങൾ. അങ്ങനെ 7 കാര്യമാണ് 7 അബ്സ്റ്റെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതില് ഓരോന്നും ഓരോ മാസങ്ങളിൽ എടുത്ത് പഠിപ്പിക്കാനുണ്ട്. ഓരോന്നും നിങ്ങൾ വിശകലനം ചെയ്യണം, അത് കണ്ടെത്തണം. അതുപോലെ അടുത്തത് 3 ആസ്, ചോദിക്കുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ. ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ്, ചോദിക്കുക എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ആസ്ക് നോ റിട്ടേൺ ഓഫ് ഗുഡ്സ്, നന്മയ്ക്ക് പകരം ഒന്നും തിരിച്ചു ചോദിക്കരുത്. ആസ്ക് ലൈഫ് ഫോർ ബ്ലാക്ക് സൈഡേഴ്സ്, കണ്ടോ, പിന്മാറ്റക്കാരോട് ലൈഫ്, ജീവിതം ചോദിക്കരുത്. അത് 1 യോഹന്നാൻ 5:16. ഇങ്ങനെ നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്ത് 1050 എണ്ണം അഥവാ 800 ഹെഡിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ സാറിന്റെ കയ്യിൽ നിന്നും എത്രയും പെട്ടെന്ന് വാങ്ങി ഇതിന്റെ പ്രിന്റ് എടുക്കണം. പ്രിന്റ് നിങ്ങൾ സൂക്ഷിക്കണം. കഴിവുണ്ട് നിങ്ങളുടെ സഭയുടെ പാസ്മാരുടെ ഇതൊന്ന് കൊടുക്കണം. കൊടുത്തു വെച്ച് പറയണം, ഇത് പ്രസംഗിക്കാൻ പറയണം, മറ്റത് നിർത്താൻ പറയണം. ഏതാ? ഗോലിയാത്തും ദാവീദും അബ്രഹാമും മോശയും ദാനിയേലിന്റെ കണ്ണും മൂക്കും ഇതെല്ലാം നിർത്തിയിട്ട് ഇതാണ് സഭയെ പഠിപ്പിക്കേണ്ടെന്ന് പറയണം. അത് പറയാം. ഞാൻ പറഞ്ഞില്ലേ, 1-ാം നൂറ്റാണ്ടിലെ സഭ എന്ത് ചെയ്തു? നിർബന്ധപൂർവം എന്ത് ചെയ്തു? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാർ നിർബന്ധിച്ച് അവരെ പഠിപ്പിക്കുകയല്ലായിരുന്നു, വിശ്വാസികൾ നിർബന്ധിച്ച് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതാ പഠിക്കേണ്ടെന്ന് പറഞ്ഞു, ഉപദേശം പഠിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങളെ. ഇതിപ്പോ ദൈവജനം ചോദിച്ചു തുടങ്ങേണ്ട കാലം കഴിഞ്ഞു. സഭയിൽ നിങ്ങളുടെ ദൈവദാസന്മാരോട് പറയണം, ഞങ്ങൾക്ക് അതല്ല കേൾക്കേണ്ടത്, പഴയ നിയമത്തിലെ കഥകളല്ല, പഴയ നിയമത്തിലെ സംഭവ പരമ്പരകളല്ല, അതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കിക്കൊള്ളാം. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് പുതിയ നിയമത്തിലെ ഉപദേശമാണ് പറയുന്നത്. അപ്പൊ അവർക്കും അറിയത്തില്ല ഉപദേശം എന്നതാണ്. അതിനെ ഇതര ഓരോ കോപ്പിയും കൊടുക്കാൻ പറഞ്ഞു. ഇതും കൊടുക്കണം. നിങ്ങൾ ആദ്യം എടുത്തില്ലേ വിശ്വാസ പ്രമാണം, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ സഭയിൽ പ്രദർശിപ്പിക്കണം. നിങ്ങളുടെ പാസ്റ്ററെ കൊണ്ട് കൊടുക്കണം, ഇത് സഭയെ തൂക്കിയിടാൻ പറയണം. ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഹെഡിങ്ങില് 25 or 27 പോയിന്റുകളുണ്ട്. അത് പ്രിന്റ് ചെയ്ത് സഭയിൽ എല്ലാവരും കാണുന്നിടത്ത്, കേട്ടോ, എല്ലാവരും കാണുന്നിടത്ത് അത് തൂക്കിയിടണം. നമ്മളവിടെ തൂക്കിയിടുന്ന സഭയുടെ സഭാ കുടുംബങ്ങളുടെ ലിസ്റ്റാ. ഇതെല്ലാവരും കാണുന്നിടത്ത് തൂക്കിയിടേണ്ട കാര്യം അതെല്ലാവർക്കും അറിയരുത്. അതാ പുറകിൽ എവിടെയെങ്കിലും യോഗം നടത്താനല്ലേ, വീട്ടു പ്രാർത്ഥന നടത്താനുള്ള ലിസ്റ്റാ. അത് വേറെ എവിടെയെങ്കിലും തൂക്കാൻ പറ. എന്നിട്ട് പ്രധാന സ്ഥലത്ത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിന്റെ കോപ്പി എടുത്ത് നിങ്ങൾ തൂക്കിയിടും. ഒരു 10,000-2000 രൂപയാവുള്ളൂ ഒരു നല്ല കോപ്പി, കേട്ടോ. നല്ല ഫ്ലെക്സിൽ അടിച്ച് വൃത്തിയായി എഴുതി നാളെ ഡിസൈൻ ചെയ്ത് നിങ്ങളത് സഭയെ തൂക്കണം. നിങ്ങളുടെ സഭകളിലെല്ലാം ഉണ്ടായിരിക്കണം. നമ്മൾ ശുശ്രൂഷിക്കുന്ന സഭയിലുണ്ടാകണം, നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഉള്ള സഭയിലുണ്ടാകണം. നമ്മുടെ വീട്ടിലൊരു കോപ്പി നിങ്ങൾ സൂക്ഷിക്കണം. ഇത് പോകുമ്പോഴും വരുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ വായിച്ച് 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 നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് പതിയണം, മാംസപ്പലകയിൽ അങ്ങ് പതിയണം. അതുപോലെയാണ് ഈ 1050. ഇത് പിന്നെ നമുക്ക് പ്രിന്റ് ചെയ്ത് സഭയെ തൂക്കാൻ പറ്റുകയല്ല. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കണം. ഇനി നിങ്ങളെ ആരും പഠിപ്പിച്ച് സഭ ഇത് പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് പഠിക്കാനുള്ളതാണ്. ഇത് വെച്ച് പഠിച്ചിട്ട് അതിൽ ഓരോ പോയിന്റും
എവിടേക്കാന്ന് കണ്ടെത്തി അതിന്റെ ഒത്തുവാക്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ കൊച്ചു കൊച്ചു മെസ്സേജ് ഉണ്ടാക്കണം. ഇനി നിങ്ങൾക്ക് സഭയിലോ കൂട്ടായ്മയിലോ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ നിങ്ങൾ ഇതേ പ്രസംഗിക്കാവും. ഇതിലേതെങ്കിലും ഒരു പോയിന്റ് സമർത്ഥിക്കാൻ നിങ്ങൾ ദാവീദിന്റെ കാര്യം പറഞ്ഞു, അബ്രഹാമിന്റെ കാര്യം പറഞ്ഞു, മനസ്സിലായോ? അതാ ഇത് അവർക്ക് സംഭവിച്ചു, നമുക്ക് ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കും. പറയുന്നതൊന്നും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനുള്ളതാ, അല്ലാതെ അത് നമ്മൾ പഠിക്കാനുള്ള, അത് നമ്മൾ സഭയിൽ പഠിപ്പിക്കേണ്ടത് അല്ല, അതല്ല പഠിപ്പിക്കേണ്ടത് ഉപദേശം. ഇത് നിങ്ങളുടെ കയ്യില് ഈ ആഴ്ചയിൽ എല്ലാവർക്കും എത്തിയിരിക്കും. നിങ്ങളിത് വാങ്ങിക്കുക, പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക. ഇനിയെങ്കിലും ദൈവസഭ ഉപദേശത്തിലേക്ക് വരട്ടെ. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, സഭ വചനത്തിലേക്ക് മടങ്ങി വരണം, ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. ഇപ്പൊ ഈ കേൾക്കുന്നതും കാണുന്നതും എല്ലാം പുറകെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇനി യേശു ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ചെയ്യണം. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ചെയ്യരുത്. മുമ്പേ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരാം, അല്ലെ? കർത്താവിന്റെ മേശ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇത് ചെയ്വീൻ, അല്ലേ? ചെയ്വീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് വരുവോളം ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സ്നാനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലനായ പൗലോസും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുമ്പേ ചോദിച്ച ഈ പാദക്ഷാളന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ചെയ്തു, അത് ചെയ്വിൻ എന്ന് പറഞ്ഞു എങ്കിലും തുടർന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ അഥവാ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു സഭയിലും അങ്ങനെ ചെയ്തതായിട്ടൊരു രേഖയില്ല. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളിൽ അത് ചെയ്യാൻ പറഞ്ഞ് അതിന്റെ ഉപദേശത്തെ സ്ഥാപിച്ചെഴുതിയിട്ടുമില്ല. അതുകൊണ്ട് അതൊരു നിർബന്ധമായിട്ട് സഭയെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് പാപമല്ല, ചെയ്യാതിരിക്കുന്നതും പാപമല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സഭയിൽ അത് അനുഷ്ഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. എന്നാൽ അതിനെക്കുറിച്ച് നിർബന്ധമായിട്ട് അപ്പോസ്തലന്മാർ ഉപദേശത്തിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യ ദിവസങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഉപദേശം, ദൈവസഭയുടെ ഉപദേശം രൂപീകരിക്കുന്നത്, ഒന്ന് യേശു പറയണം. 2, 1-ാം നൂറ്റാണ്ടിലെ സഭ അത് അനുഷ്ഠിക്കണം. 3, അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ വരുമ്പോഴാണ് ഒരു കാര്യം ഉപദേശമായി സഭയെടുക്കുന്നത്. മനസ്സിലായോ? പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം ഏതെങ്കിലും പരോക്ഷമായി ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമായി, നേരിട്ടല്ലാതെ പരോക്ഷമായി എവിടെയോ ഒരു പരാമർശം വന്നിട്ടുണ്ട് എന്നുള്ള പേരിൽ നമ്മൾ ഉപദേശമായി സ്വീകരിക്കാൻ സഭയെ നിർബന്ധിക്കരുത്. അത് തെറ്റാണ്. ഇത് നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്നതാണ്. പല കാര്യങ്ങളും ഉപദേശത്തെക്കാൾ കർക്കശമായി നമ്മൾ എന്ത് ചെയ്യുക? സഭയെ നിർബന്ധിക്കുക. അത് ഉപദേശമായി പ്രത്യക്ഷമായിട്ട് പറഞ്ഞതല്ല. അതിനെക്കുറിച്ച് ഇനി പറയണമെങ്കിൽ അടുത്ത ക്ലാസ് കൂടെ കഴിഞ്ഞെങ്കിലേ എനിക്ക് പല കാര്യങ്ങളും പറയാനൊക്കൂ. ഉദാഹരണം, ആഭരണം ഇടാനും ആഭരണം ഇടരുതെന്നും പുതിയ നിയമം വ്യക്തമായി പറയുന്ന ഒരു വാക്യവും ഇല്ല. ഇതിനകത്ത് ഈ ഡൂസിനകത്തും ഡോൺസിനകത്തും നിങ്ങളുടെ കയ്യിൽ 1050 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഒരിടത്തും ആഭരണം ഇടുവീൻ എന്നോ ആഭരണം ഇടരുത് എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചില പരോക്ഷമായ പരാമർശങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തില് നിങ്ങളുടെ സഭയിൽ ഒരാൾ മോതിരം ഇട്ടുകൊണ്ട് വരിക എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്.
പിന്നെ നമ്മളിത് സ്ഥാപിക്കുന്ന എവിടെയാണെന്നറിയോ? പഴയ നിയമത്തിൽ ചെന്ന. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമസഭയ്ക്ക് ഉപദേശം സ്വരൂപിക്കരുത്. പുതിയ നിയമസഭയുടെ ഉപദേശം സ്ഥാപിക്കുന്നത് പഴയ നിയമത്തിൽ നിന്നല്ല, പുതിയ നിയമത്തിൽ. അതുകൊണ്ട് ആഭരണം എന്ന വിഷയം ഈ ഉപദേശത്തിൽ ഇതിൽ വരുന്നില്ല, ഡൂസിലും ഡോൺസിലും വരുന്നില്ല. പിന്നെ അതെവിടെ വരുമെന്നറിയാവോ? അതാ അടുത്ത ആഴ്ചയിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ്, മൂലതത്വങ്ങൾ അല്ലേ? വസ്ത്രം അണിയുന്നത്, മീശ വെക്കുന്നത്, മനസ്സിലായോ? പണ്ടൊക്കെ കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തിലേ, ഞാൻ പറഞ്ഞില്ലേ പെന്തിക്കോസിൽ ജനിച്ചു വളർന്ന ആളാണ്. പെന്തിക്കോസിലെ ദൈവകൃപയാൽ 4ാം തലമുറക്കാരനാണ്. എന്റെ വല്യമ്മച്ചിയുടെ അമ്മയാണ് വിശ്വാസത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അതും കേരളത്തിൽ ആദ്യം മിഷണറിമാര് വന്നപ്പോൾ. അന്ന് ഇവിടെ പെന്തിക്കോസ് സഭകൾ പോലും തുടങ്ങിയിട്ടില്ല. ആ മിഷണറിമാരുടെ പ്രസംഗം കേട്ട് വിശ്വാസത്തിൽ വന്നൊരു മാതാവിന്റെ മകളുടെ മകന്റെ മകനാണ് ഞാൻ. ഞാൻ തന്നെ 4ാം തലമുറ, എന്റെ കുഞ്ഞുങ്ങൾ 5ാം തലമുറയായിരുന്നു പെന്തിക്കോസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ മീശ വെച്ചോണ്ട് വന്നു എന്നതുകൊണ്ട് കർത്തൃമേശ കൊടുക്കാതിരുന്നിട്ടുണ്ട്. കല്യാണം നടത്താൻ വേണ്ടി വന്നപ്പോൾ മീശ വെച്ചോണ്ട് വന്നതുകൊണ്ട് കല്യാണം നടത്താൻ വന്ന സെൻട്രൽ പാസ്റ്റർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. മനസ്സിലായോ? ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, അവസാനം സെൻട്രൽ പാസ്റ്റർ ഇറങ്ങിപ്പോകാൻ തുടങ്ങി, കല്യാണം നടന്നു, കയ്യെ കാലെ പിടിച്ചിട്ട് അദ്ദേഹം നിൽക്കുന്നില്ല. ഈ വിഷയം അവസാനം ചെറുക്കൻ പള്ളി കയറിയില്ല, എല്ലാം താഴെ വഴി വന്ന് നിൽക്കുക. പിന്നെ ഈ ചെറുക്കൻ ദേഷ്യം കയറി അടുത്ത കടയിൽ നിന്ന് ഒരു ബ്ലേഡ് മേടിച്ചുകൊണ്ട് വന്ന് അവിടെ നിന്ന് ഇത് മുഴുവൻ മാന്തി കയറി. അവസാനം ഇവിടെ എല്ലാം ചോരയായിട്ട് നിന്നാണ് കല്യാണം നടത്തിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, അത്ര കർക്കശമായിരുന്നു നമ്മള്. അതുപോലെ മരുന്ന് കുടിക്കുന്നവർ, മരുന്ന് കുടിച്ചു അല്ലെങ്കിൽ മരുന്നെടുത്തു, ആശുപത്രി പോയെന്നോ ഗുളിക മേടിച്ചെന്നോ എന്നുള്ള പേരിൽ കർത്തൃമേശയെന്ന് മാറ്റിയിരുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? പരസ്യമായിട്ട് സാക്ഷ്യം പറയാനും പരസ്യമായി പ്രാർത്ഥിക്കാനും 6 മാസം തിരുത്തി നിർത്തിയവരുണ്ട്. എന്റെ അപ്പനൊക്കെ ശുശ്രൂഷിക്കുന്ന സഭയിൽ നടന്ന സംഭവങ്ങളായി പറയുന്നത്. ഞങ്ങളാരും മരുന്ന് ഉപയോഗിക്കാത്തവരായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ നമുക്ക് മനസ്സിലായി അത് ആ കൂട്ടത്തിൽ വരുന്ന കാര്യമല്ല. ഏതാ? ഡൂസ് ആൻഡ് ഡോൺസിൽ വരുന്ന വിഷയമല്ല. നമ്മൾ ഈ ഡൂസ് ആൻഡ് ഡോൺസിൽ വരാത്ത പല കാര്യങ്ങളുമാണ് കർശനമായിട്ട് സഭ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, നിർബന്ധിക്കേണ്ട കാര്യങ്ങൾ സഭയിലോട്ട് നിർബന്ധിക്കുന്നു. അതെങ്ങനെയാ? അതെങ്ങനെ വേണേലും പോകാം. ഈ വസ്ത്രത്തിന്റെ കാര്യം അല്ലെ, വെള്ള ഉടുക്കണമെന്നും ഇന്ന് നമ്മൾ ഉപദേശം അയ്യോ പാസ്റ്റർ ഭയങ്കര ഉപദേശത്തിന് ഭയങ്കര കർക്കശക്കാരനെ. എന്നറിയോ? ഈ പുള്ളി എപ്പോ പ്രസംഗിച്ചാലും സഹോദരിമാരിടുന്ന ചൂരിദാറിന്റെ കാര്യമായി പറയുന്നത്. അതിന്റെ വെട്ട് കഴുത്ത് വരെയാണെന്നും കക്ഷം വരെയാണെന്നും ഈ പുള്ളി ആകെ പറയുന്നത് അതാണെന്ന്. എവിടെ ചെന്നാലും പുള്ളി ആണുങ്ങളുടെ വേഷത്തിന്റെ കാര്യം പറയുകയില്ല, സഹോദരിമാരുടെ വേഷം. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞു മരിക്കുന്നുണ്ട്, ഓ ആ പാസ്റ്റർ ഭയങ്കര ഉപദേശനിഷ്ഠയാണ് എന്നതാ പറഞ്ഞത്. തുണി ഉടുക്കുന്ന കാര്യമായി പറഞ്ഞത്. അത് ഇതിനകത്ത് വരുന്നതല്ല. അത് ഏതി വരും? അത് പ്രിൻസിപ്പിൾ അതിലേക്ക് വരും. അത് ഞാൻ അടുത്ത ആഴ്ച എടുത്തോളാം. കാരണം ഇപ്പൊ തുടങ്ങി വെച്ചാൽ ഒരിടത്തും തീരുകയില്ലാത്തത് കൊണ്ട് ഇന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇത് ഡൂസ് ആൻഡ് ഡോൺസ്. പിന്നെ 2 കാര്യം, വിശ്വാസ പ്രമാണം, ക്രീഡ്, അതും നിങ്ങൾ പഠിച്ചിരിക്കണം. വീട്ടിലൊരെണ്ണം പ്രദർശിപ്പിക്കണം. നിങ്ങൾ കാണാപ്പാടം ഒറ്റയടിക്ക് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കുകയില്ല. പക്ഷെ നിങ്ങളത് പരിചയപ്പെടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീട്ടിൽ എല്ലാവരും കാണുന്നിടത്ത് ഒരു കോപ്പി എഴുതി അല്ലെങ്കിൽ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ തൂക്കിയിട്ട് കയറുകയും ഇറങ്ങുകയും വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ വായിച്ചതും മനസ്സിൽ പതിയണം കേട്ടോ. വളരെ അത്യാവശ്യമല്ലേ? നമുക്ക് അങ്ങ് ചെല്ലണ്ടേ? ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു, ഏതാണ്ടെല്ലാം കാട്ടിക്കൂട്ടി. ഞാനൊന്ന് ചോദിക്കട്ടെ, നിത്യതയിലേക്ക് പോകുമ്പോ ഇതിൽ എത്രയെണ്ണം കൊണ്ടുപോകാൻ പറ്റും? നിത്യതയിലേക്ക് പോകുമ്പോഴേ നമ്മൾ എന്നതാ കൊണ്ടുപോകുന്നേ? അങ്ങോട്ട് പോകാൻ എന്നതാ നമ്മൾ
അവരെല്ലാം ഡോക്ടർമാരായി, അവര് വിദേശത്ത് പോയി. അത് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒക്കുവോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് 2 നില വീട് വെച്ചു, അതും കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഒക്കുവോ? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് BMW കാറ് മേടിച്ചു, അതും കൊണ്ട് സ്വർഗത്തിലോട്ട് പോകാൻ ഒക്കുവോ? നീ കരഞ്ഞതും നിലവിളിച്ചെന്ന് പറയും, ഞാൻ ഭയങ്കര ആത്മീയനായിരുന്നു, ഞാൻ ഭയങ്കര ആത്മീയായിരുന്നു, ഞാൻ എന്ത് കരഞ്ഞു, എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം. നിന്റെ കണ്ണുനീര് മുഴുവൻ എന്തിനായിരുന്നു? ഈ ലോകത്തിലെ ചില നന്മകൾ കിട്ടാൻ. അതിനെ അനുഗ്രഹമെന്ന് ഞാൻ പറയുകയല്ല കേട്ടോ, അത് അനുഗ്രഹമല്ല, അത് ഞാൻ പിന്നെ പിള്ളേരും പറയാം. ഇവിടുന്ന് കുറെ വസ്തുവകൾ വാരിക്കൂട്ടാനാണ് ഈ കിടന്ന പരാക്രമം തല്ലിയത്. നീ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, നിത്യതയിലേക്ക് പോകുമ്പോ നിനക്ക് കൊണ്ടുപോകാൻ പറ്റിയത് എന്താണെന്നറിയാമോ? ഈ ഭൂമിയിൽ വെച്ച് നീ പഠിച്ച ദൈവത്തിന്റെ വചനം. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇതേ വചനം തന്നെയാണ് സ്വർഗത്തിലും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഈ ഭൂമിയിൽ വെച്ച് ദൈവം തന്ന ഈ വചനം തന്നെയാണ് നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോ അവിടെയും ഇരിക്കുന്ന വചനം. മനസ്സിലായി? കാരണം എന്നാ അറിയാമോ? ഈ വചനം നിത്യത തുടങ്ങി വരാൻ പോകുന്ന നിത്യത വരെയുള്ള കാര്യപരിപാടിയാണിത്. എന്ന് പറഞ്ഞാൽ പൂർവകാല നിത്യത മുതൽ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യയിൽ ആദികൾ ദൈവം, ആ ആദിക്ക് മുമ്പ്, അതാ പൂർവകാല നിത്യത എന്ന് പറയുന്നത്. പൂർവകാല നിത്യത മുതൽ ഭാവികാല നിത്യത, കർത്താവ് വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതാ ഭാവികാല നിത്യത. ആ ഭാവികാല നിത്യത വരെ നടക്കാൻ പോകുന്ന വിഷയങ്ങളുടെ കാര്യപരിപാടി, പ്രോഗ്രാം ഷീറ്റാ എന്റെയും നിങ്ങളുടെയും കയ്യിൽ ദേ ഈ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്നു. ആ പ്രോഗ്രാമായി ഇതിനകത്ത്. ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് പ്രാപിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ അത് അവിടെ പ്രയോജനപ്പെടും. ഇവിടെ കടന്ന് പ്രാർത്ഥിച്ച് മേടിച്ച വണ്ടിയും വള്ളവും കുഞ്ഞുങ്ങൾ ഇതൊന്നും അങ്ങോട്ടില്ല, അവിടെ ഇല്ല. കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ തന്നെ കുഞ്ഞുങ്ങളവിടെ കാണും കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ കുഞ്ഞുങ്ങളവിടെ കാണും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുഞ്ഞുങ്ങൾ ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും കിടന്ന് തലയും കുത്തി മറിഞ്ഞതൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റുകയില്ല. അവരുടെ ആത്മാവിനെ നിങ്ങൾ നേടിയിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെ അവരും കാണും. നിങ്ങൾ നേടി ആത്മാക്കളെ കാണാൻ പറ്റും അവിടെ ചെന്ന്. അതിനേക്കാൾ ഉപരി നിങ്ങൾ പഠിച്ച ദൈവത്തിന്റെ വചനം അത് അവിടെ പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഈ ആയുസിൽ കേട്ടോ, ഈ ആയുസിൽ നിങ്ങൾ പ്രത്യാശ വെച്ചവരാണെങ്കിൽ ലോകത്തിലുള്ള സകലരെക്കാളും അരിഷ്ടരാന്ന് പറഞ്ഞു. ഈ ആയുസല്ല നമ്മുടെ വിഷയം, ഇവിടുത്തെ വിഷയമല്ല നമ്മുടെ വിഷയം, നിത്യതയാണ് നമ്മുടെ വിഷയം. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സുരുക്കൂട്ടിക്കണം കേട്ടോ. മറ്റൊന്നുമല്ല, ഈ വചനത്തിന്റെ ഉപദേശം ആദ്യം ഞാൻ പഠിച്ചു. ഈ വചനത്തിന്റെ ഉപദേശം കൊണ്ട് അവിടെ ചെല്ലുന്നത്, അതവിടെ പ്രയോജനപ്പെടും. വരുംകാലത്ത് നമുക്ക് പ്രയോജനപ്പെടാനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. ഞാൻ പ്രാപിച്ച ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഈ ഉപദേശം പഠിക്കണമെന്ന് പറഞ്ഞത്. നിങ്ങളിത് കാണാപ്പാടം പഠിക്കണം, പല പ്രാവശ്യം വായിച്ചും പിടിച്ചും. പിന്നെ അല്ല വീട്ടിലിരുന്നത് പിള്ളേര് സ്കൂളിൽ പിള്ളേർ പഠിക്കുന്ന പോലെ, 5-ാം ക്ലാസ്സിലെ പിള്ളേർ പഠിക്കുന്ന പോലെ കാണാപ്പാടം പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല. പലവട്ടം വായിക്കുക, പരിചയപ്പെടുക. നോട്ട് ടു മെമ്മറൈസ് ബട്ട് ടു ഫെമിലിയറൈസ്. ഇത് സാറിന്റെ കയ്യിലുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, നിങ്ങളൊരെണ്ണം സ്വന്തമാക്കുക, സഭയിൽ നിങ്ങളുടെ ദൈവദാസന്മാരുടെ കയ്യിലും കൊടുക്കുക. അങ്ങനെ എല്ലാം ശുഭകരമായിരിക്കട്ടെ. നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുക എത്ര പേര് ഇതും കൊണ്ടാ വന്നെന്ന് കേട്ടോ. പിന്നെ ഇവിടുന്ന് വേറൊരു കാര്യം, ഈ ചത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പഠിക്കാൻ പറ്റുകയില്ല. മുഖി ശ്വാസം ഉള്ളപ്പോഴേ ഇതൊക്കെ പഠിക്കാൻ പറ്റൂ. ചത്ത് കഴിഞ്ഞ് ഞാൻ പഠിച്ചോളാന്ന് വെച്ചാലേ മരിച്ചു കഴിഞ്ഞ് ദൈവവചനം പഠിക്കാൻ നേരെ കിട്ടുകയില്ല, അവസ്ഥയില്ല. നിത്യതയിൽ ചെന്നിട്ട് പഠിക്കാന്ന് വെച്ചാൽ അവിടെ സമയം കിട്ടുകയില്ല. പിന്നെ ആകെ സമയം കിട്ടുന്നത് ഇവിടെ വെച്ചാ. അതുകൊണ്ട് ഇപ്പൊ ഈ വചനം പഠിച്ചോണമെന്ന് പറഞ്ഞത്. കാരണം ഇതും കൊണ്ടുവേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. അഡ്വാൻസാ, നീ ഉറച്ചോണം. കർത്താവിന്റെ വരവിൽ നിന്നെ പൂർണ്ണമായിട്ട് അവൻ അങ്ങ് എടുക്കുമെന്നുള്ളതിന്റെ തെളിവാണ്.
കേട്ടോ. ഇപ്പോഴും ചിലർക്ക് ചില ദൈവമക്കൾക്ക് വിശ്വാസമില്ല ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന്, അല്ലേ? ഞാനങ്ങ് നിത്യത ഞാനങ്ങ് ചെല്ലുവോ? എന്റെ ഭാഷ നന്നായി, ഞാന്